വീട്ടുകാർ വന്നപ്പോ പറഞ്ഞു അനീഷ് ഭയങ്കര സംഭവമാണ്, അനീഷിനെ വേഗം താഴേക്ക് ഇട്ടോളി, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. അവരാദ്യം പറഞ്ഞ കാര്യം സ്റ്റോർ റൂമിൽ പോയി സാധനം എടുക്കരുത്, രണ്ടാമത്തെ കാര്യം സുപ്രഭാതം പറയുമ്പോൾ കൊരവെള്ളിക്ക് പിടിക്കണം, മൂന്നാമത് പറഞ്ഞ കാര്യം ബാറ്ററി എടുത്ത് മാറ്റി വെക്കണം, അനീഷിനെ വളരാൻ അനുവദിച്ചുകൂടാ, അനീഷിനെ എങ്ങനെയെങ്കിലും തകർക്കണം, അല്ലെങ്കിൽ അത് ഭീഷണിയാണ്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് അറിയാതാണെങ്കിലും സത്യം പുറത്തേക്ക് വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. തന്നെ ഷാനവാസ് പറയുവാണ്, എന്റെ അനീഷിനെ നീ എന്തൊക്കെയാണ് നീ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അനീഷ് പറയുന്നുണ്ട് ഞാനൊരു സാധാരണക്കാരനായിട്ട് വന്നു, ഞാനൊരു സാധാരണക്കാരനായിട്ട് തന്നെ പോകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് സാധാരണക്കാരാന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. ഇതാണ് ഇവർ തമ്മിൽ നടന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ. ജയിലിൽ ഇവർ തമ്മിൽ നടന്ന ഒരു സംഭാഷണമാണ്, ലൈവ് കണ്ടതാണ് കേട്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഷാനവാസിനോട് ഇങ്ങനെയൊക്കെ ഷാനവാസിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം അവർ തമ്മിലുള്ള സംസാരമോ ഡിസ്കഷൻസോ ഒന്നും തന്നെ നമ്മൾ ലൈവിലും എപ്പിസോഡിലും ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇവരെന്താണ് പറഞ്ഞത്, എന്ത് ക്ലൂ ആണ് ഷാനവാസിന് കൊടുത്തത് എന്നുള്ളത് നമുക്ക് വ്യക്തമായ രീതിയിൽ അറിയത്തില്ല. ചിലപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, എനിക്കറിയില്ല. കാരണം പുറത്ത് ആ രീതിയിലുള്ള ഒരു ട്രെൻഡാണ് നമ്മൾ കണ്ടുവരുന്നത്. ഷാനവാസ് എപ്പോഴും അനീഷിന് താഴെ നിൽക്കുന്ന ഒരു ട്രെൻഡിലാണ് നമ്മൾ കാണുന്നത്. പോളിലാണെങ്കിലും എല്ലാത്തിലും ഗെയിം പരമായിട്ട് ആണെങ്കിലും ഷാനവാസ് അനീഷിന് താഴെ തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അനുമോള് പോലും താഴെയായിട്ടാണ് തോന്നിയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് ഇപ്പം പുറത്തുനിന്ന് ഒരുപാട് അനീഷിന് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.